കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് വന്നത് കുറച്ച് പേരെന്നോടൊരു സംശയം ചോദിച്ചു. ഞാൻ തന്നെ പറയുന്ന വാക്കിലുള്ള ഏകാന്തമാണെന്ന്, സോപാനമാണെന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ അതിൻ്റെ ഒരു എന്താണ് വ്യത്യാസം എന്നുള്ളതിനെ പറ്റിയാണ്. ഏകാന്തം എന്ന് പറഞ്ഞാൽ തിരക്ക് കൂടുമ്പോഴും വൈകുന്നേരം അത്താഴ പൂജയ്ക്ക് ശേഷവും നമ്മളെ ഉള്ളിലേക്ക്, അതായത് ശ്രീകോവിലിൻ്റെ അവിടേക്ക് നാലമ്പലത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ ആ മണിമണ്ഡപത്തിൻ്റെ ഇടത് വശത്തു കൂടെ വിടുന്നതിനെയാണ്, അതായത് മുന്നിലേക്ക്, ഗുരുവായൂരപ്പൻ്റെ മുന്നിലേക്ക് എത്താൻ കഴിയില്ല, അങ്ങനെ വിടുന്നതിനെയാണ് ഏകാന്തം എന്ന് പറയുക. അത് തിരക്ക് കൂടുമ്പോഴാണ് കാര്യമായിട്ടുണ്ടാവുക. പിന്നെ വൈകിട്ട് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം, അതായത് സ്വർണ്ണമൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് കഴുകാൻ കൊണ്ടുവരുമ്പോൾ പിന്നെ അത് സെക്യൂരിറ്റി ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ആ സോപാനപ്പടിയിലേക്ക് എത്തിക്കില്ല. അതുകൊണ്ടാണ് നമ്മളതിനെ ഇപ്പുറത്ത് കൂടെ പോണത്. അതായത് മണിക്കിണറിൻ്റെ അധിയനല്ലാതെ ഈ സൈഡ് വരുമ്പോൾ ഉള്ളിലേക്ക് കടന്നിട്ട് ഇടത് വശത്ത് കൂടെ നേരെ വിടുക, അതിനെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ സോപാനപ്പടി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അപ്പുറത്ത് മണിക്കിണറിൻ്റെ അതിൻ്റെ ഈ വലതുവശത്ത് കൂടെ അങ്ങനെ പോയിട്ട് നേരെ ആ ഗുരുവായൂരപ്പൻ്റെ തൊട്ട് മുൻപിലെത്തിയിട്ട്, പലകെട്ട ഭാഗങ്ങളാണ് ഇപ്പോൾ രണ്ട് ഭാഗവും, അവിടെ നിന്ന് നേർക്ക് നേരെ തൊഴാൻ പറ്റുന്നതിനെയാണ് സോപാനപ്പടിയിൽ നിന്ന് തൊഴുക എന്ന് പറയുക. സോപാനപ്പടി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിക്കാർ നിൽക്കില്ലേ, അതിനെയാണ് പറയുക. അതിൻ്റെ ഇപ്പുറത്ത് നിന്ന് തൊഴുമ്പോൾ നമ്മൾ അതിന് സോപാനപ്പടിയിൽ നിന്ന് തൊഴുന്നു എന്നാണ് പറയുക. അതാണ് കുറച്ചും കൂടി നമുക്ക് അനുയോജ്യമായിട്ടുള്ളത്. പക്ഷെ അത് വളരെ കുറച്ച് സമയങ്ങളിലേ കിട്ടുള്ളൂ. കാരണം മഹാക്ഷേത്രമായ ഗുരുവായൂരിൽ എന്നും തിരക്കാണ്. അപ്പോൾ തിരക്കില്ലാത്ത ദിവസം ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, ചൊവ്വാഴ്ചകളിലൊക്കെ ഉള്ളൂ. അല്ലാതെ കാര്യമായിട്ട് ഇപ്പോൾ ഈ കർക്കിടത്തിൽ കുറച്ച് ദിവസം തിരക്കില്ലാതെ കിട്ടി. കാരണം ആ മഴ വന്നതും ആ വയനാട്ടിലത്തെയും ഒക്കെ പാടെ പ്രശ്നങ്ങൾ കാരണം. അതല്ലാത്ത ദിവസങ്ങളിലൊക്കെ തിരക്ക് തന്നെയാണ്. അപ്പോൾ ഇനി ആരും ഏകാന്തവും പിന്നെ സോപാനവും തമ്മിലുള്ള വ്യത്യാസം അറിയാതിരിക്കേണ്ട. ഏകാന്തം എന്ന് പറഞ്ഞാൽ നാലമ്പലത്തിൻ്റെ അകത്തേക്ക് ചെന്നാൽ ഇടത് വശത്തു കൂടെ, ആ മണിമണ്ഡപത്തിൻ്റെ ഇടത് വശത്തു കൂടെ വിടുന്നതിനെയാണ് ഏകാന്തം എന്ന് പറയുന്നത്. വലത് വശത്തു കൂടെ ചെന്ന് ഗുരുവായൂരപ്പൻ്റെ നടയുടെ മുൻപിൽ എത്തുന്നതിനെയാണ്, ശ്രീകോവിലിൻ്റെ നടയുടെ മുന്നിൽ എത്തുന്നതിനെയാണ് സോപാനം എന്ന് പറയുന്നത്. അത് ശരിക്കും ആദ്യം തൊട്ടിട്ടുണ്ടായിരുന്നത് ഈ അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുവിധം സമയങ്ങളിൽ മുഴുവൻ ഈ ഏകാന്തമാണ് വിടാറുള്ളത്. ഇനി വേറെ ഒന്നും കൂടിയും പറയാം. അത് നേരിട്ട് കൊടിമരം വഴി നടക്കുന്നതിനെ എന്ന് പറയും, എന്ത് വന്ദേ ഭാരത് എന്നൊക്കെ പറയും. അത് പക്ഷേ അവിടുത്തെ സംസാര ഭാഷയാണ്, ബാക്കിയൊന്നുമല്ല. ഇനി ആൾക്കാർക്ക് അതൊരു സംശയം വേണ്ട. നമ്മുടെ ഭക്തർക്ക്, അതായത് എന്നെ ശ്രവിക്കുന്നവർക്ക് അവരുടെ സംശയങ്ങൾ ദൂരീകരിച്ച് കൊടുക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ.